രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി.ജെ.പി രംഗത്ത്. സമീപ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് നടത്തിയ പരാമർശങ്ങളെ എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി രാഹുലിനെതിരെ വമ്പൻ ഒരു വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ആരും തന്നെ രാഹുൽ ഗാന്ധിയെ ഗൗരവമായി തന്നെ കണക്കാക്കുന്നില്ല എന്നും ഏറ്റവും ഭീരുവും വിഡ്ഢിയുമായ വ്യക്തിയാണ് രാഹുൽ എന്നും പറയുന്നു. ഷാക്കിൽ അഹമ്മദിന്റെ അഭിപ്രായത്തിൽ തന്നെ ഇവിടെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത്. അതായത് ബോസിനെ പോലെ പരിഗണിക്കാത്ത ആരെയും തന്നെ രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സോണിയയോടൊപ്പം തന്നെ പ്രവർത്തിച്ച് നിരവധി മുതിർന്ന നേതാക്കളെ അദ്ദേഹം മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ ബി.ജെ.പി നേതാവ് ഷെഹസാദ് പുന്നാവാലയാണ് ഇപ്പോൾ ഷാക്കിൽ അഹമ്മദിന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തെയും കുറിച്ചുള്ള പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാവ് നടത്തിയത്. എന്നാൽ അതിപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ശബ്ദമുയർത്തുന്ന നേതാക്കളെ രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുത്തുകയാണ് എന്നതാണ് ബി.ജെ.പി ഇവിടെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല, ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും ഇവിടെ എടുത്തു പറഞ്ഞു. രാഹുൽ ഗാന്ധി രാജ്യത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ മറ്റൊരു രീതിയിലാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്കുള്ള പാർട്ടിയാക്കി മാറ്റുന്നുണ്ട് എന്നതാണ് ബി.ജെ.പി ആരോപണം ഉന്നയിച്ചത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഇത് അംഗീകരിക്കുന്നുവെന്നും മാത്രമല്ല, ദേശീയ താല്പര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്ന ആരെയും തന്നെ, അത് ഷാക്കിൽ അഹമ്മദോ അല്ലെങ്കിൽ ടാരിഖ് അൻവർ, മുതിർന്ന കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗോ ആര് തന്നെ ആയാലും അവരെ എല്ലാവരെയും രാഹുൽ ഗാന്ധി മാറ്റി നിർത്തുന്നു എന്നതാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ വോട്ട് മറിച്ചിലല്ല, മറ്റ് ആന്തരിക ബലഹീനതകൾ മൂലമാണ് തങ്ങൾ തോറ്റതെന്ന് ഈ നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നുണ്ട് എന്നും ഇവിടെ ബി.ജെ.പി എടുത്തു പറയുന്നു. എന്നിരുന്നാൽ പോലും സ്വയം രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവർത്തിച്ച് കുറ്റം പറയുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഷെഹസാദ് പുന്നാവാല കുറ്റപ്പെടുത്തിയത്. അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ആരും തന്നെ രാഹുൽ ഗാന്ധിയെ ഒരു ഗൗരവമായി തന്നെ കണക്കാക്കുന്നില്ല. ബി.ജെ.പി വക്താവായ പ്രദീപ് ഭണ്ഡാരി ആകട്ടെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തന്നെ പുറത്തുവിട്ട ഒരു പോസ്റ്റിലാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധിയെ ഗൗരവമായി തന്നെ എടുക്കുന്നില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഷാക്കിൽ അഹമ്മദിന്റെ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ പങ്കിട്ടുകൊണ്ടാണ് പ്രദീപ് ഭണ്ഡാരി ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അവിടെ തകരുകയാണ് എന്നും അദ്ദേഹം എടുത്തു പറയുകയും, എന്നാൽ ഈ കോൺഗ്രസ് എം.പി ആകട്ടെ ഇത് സംബന്ധിക്കുന്ന തരത്തിലേക്കാണ് വിമർശനങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ ഷാക്കിൽ അഹമ്മദിന്റെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ശശി തരൂർ വിസമ്മതിക്കുകയും ചെയ്തു. അവരുടെ പ്രസ്താവനകളെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഷാക്കിലാകട്ടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് സ്വയം അവിടെ സംസാരിക്കാൻ കഴിയും. ഈ വിഷയത്തിൽ പരസ്യമായി ചർച്ച ചെയ്യുന്നത് എനിക്ക് ഉചിതമായ ഒരു കാര്യമായി തോന്നുന്നില്ല എന്നതാണ് ശശി തരൂർ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.